നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 10 മാസത്തോളം ശമ്പളം ലഭിക്കാതിരുന്ന മലയാളി പ്രവാസിക്ക് ഒടുവിൽ ലേബർ കോടതിയുടെ കരുണ. മലയാളിക്ക് ലഭിച്ചത് 1.43 ലക്ഷം ദിർഹമാണ്. 10 മാസത്തെ ശമ്പളം ലഭിക്കാതെ ലേബർ കോടതിയെ സമീപിച്ച മലയാളിക്ക് കുടിശ്ശിക ഒരുമിച്ച് നൽകാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മുസഫ ഷാബിയ അൽ ഖലീഫയിലെ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ജനറൽ മാനേജറായിരുന്ന തൃശൂർ ജില്ലയിലെ നാട്ടിക സ്വദേശി കിഴക്കേ വിളപ്പിൽ ഹംസയുടെ മകൻ അലിക്ക് 1,43,499 ദിർഹം, അതായത് ഏകദേശം 27.5 ലക്ഷം രൂപ ശമ്പള കുടിശ്ശിക ഒന്നിച്ചു നൽകാനാണ് കോടതി വിധിയായിരിക്കുന്നത്. 2015 അവസാനമാണ് കമ്പനിയിൽ അലി ജോലിക്കായി കയറിയത്. തുടർച്ചയായി 10 മാസം ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് 2016 അവസാനമാണ് ലേബർ കോടതിയെ സമീപിച്ചത്. കമ്പനിയിലെ 6 ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരുടേത് നൽകി പ്രശ്നം പരിഹരിച്ചിരുന്നു. ജനറൽ മാനേജർ തസ്തികയിൽ പ്രതിമാസം 15,000 ദിർഹം ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന അലി നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 2,10,000 ദിർഹം ആവശ്യപ്പെട്ടാണ് ലേബർ കോടതിയിൽ 2016 സെപ്റ്റംബറിൽ പരാതി നൽകിയത്. ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ജോലി മതിയാക്കി 2-3 സ്ഥാപനങ്ങളിൽ ഇതിനിടെ ജോലിയും ചെയ്തിരുന്നു. കമ്പനിയിലെ സേവനം 1 വർഷത്തിൽ താഴെ മാത്രമായതിനാൽ കുടിശ്ശിക മാത്രമാണ് കോടതി നൽകിയത്. ശമ്പളത്തിന് പുറമെ ലീവ് സാലറി, മറ്റാനുകൂല്യങ്ങൾ എന്നിവയും കോടതി ചെലവും വക്കീൽ ഫീസും ഉൾപ്പെടെ 2,10,000 ദിർഹമാണ് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നത്. എന്നാൽ 10 മാസത്തിൽ താഴെ മാത്രം കുടിശ്ശികയുണ്ടായിരുന്ന തുക ഒരുമിച്ച് നൽകാനാണ് കോടതി വിധിച്ചത്. UAE-യിൽ കഴിഞ്ഞ 15 വർഷമായി ജോലി ചെയ്യുന്ന അലി കോൺട്രാക്ടിംഗ് ഇടപാടുകൾ നടത്തിവരികയാണ്. ഇപ്പോൾ കുടിശ്ശികയ്ക്ക് പുറമെ വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നാട്ടിൽ പോകാനുള്ള വിമാന ടിക്കറ്റും നൽകാൻ കോടതി വിധിയിൽ പറയുന്നു. അതേസമയം കുവൈറ്റിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന പ്രവാസികളുടെ ശമ്പളം സംബന്ധിച്ച് കമ്പനിക്കും സ്ഥാപനങ്ങൾക്കും കുവൈറ്റ് മാൻ പവർ അതോറിറ്റിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. തൊഴിലാളികളുടെ ആദ്യ ശമ്പളം ജോലിയിൽ പ്രവേശിച്ച് 2 മാസത്തിനുള്ളിൽ നൽകണമെന്ന് കുവൈറ്റ് മാൻ പവർ അതോറിറ്റി ബന്ധപ്പെട്ട അധികൃതരോട് വ്യക്തമാക്കിയിരുന്നു. ശമ്പളം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കുന്നതിനിടെയാണ് 2 മാസം കാലാവധി നൽകിയതെന്നും അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് അനുവദിച്ച തീയതി മുതൽ 2 മാസത്തിനപ്പുറം ഒരു കാരണവശാലും ശമ്പളം വൈകിപ്പിക്കരുത്. ശമ്പളം ബാങ്കിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നതിനാണ് 2 മാസത്തെ കാലാവധി നൽകിയതെന്ന് മാൻ പവർ അതോറിറ്റി വക്താവ് അസീർ അൽ മസ്വാദ് പറഞ്ഞു. 2 മാസത്തിനു ശേഷം തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയതായി തെളിയുന്ന രേഖകൾ കമ്പനി മാൻ പവർ അതോറിറ്റിക്ക് സമർപ്പിക്കുകയും വേണം. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ശമ്പളം നൽകേണ്ടത് ഉടമസ്ഥരുടെ കടമയാണെന്നും തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും മാൻ പവർ അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.